ഹലോ ബ്രോസ്, നമുക്ക് നാടൻ കോഴിയുടെ 2 കാല് നമുക്ക് റെഡിയാകാം. അലുമിനിയം ഫോയിൽ പേപ്പറിൽ എങ്ങനെ ചുടാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് അടുത്തതായിട്ട് സവാള കട്ട് ചെയ്യാം. സവാള കട്ട് ചെയ്തതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറെടുക്കാം, ഉള്ളി ഇടാം, അതിനുശേഷം പച്ചമുളക് ഇടാം, പിന്നെ നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇടുക. അതിനുശേഷം മസാല റെഡിയായതിനു ശേഷം ഫോയിൽ പേപ്പർ 2 പീസ് കട്ട് ചെയ്തിടണം. 2 ലെയർ ഇടണം. അതിനുശേഷം അരപ്പെല്ലാം നമുക്ക് കോഴിയുടെ കാലിലോട്ട് ആഡ് ചെയ്യാം. കോഴിയുടെ കാലിൽ ആഡ് ചെയ്തതിന് ഒരു പീസിൽ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ ഫോയിൽ പേപ്പറിൻ്റെ പുറത്തായിട്ട് നമുക്ക് 2 പീസ് ടൊമാറ്റോ, കുറച്ച് അരപ്പൊക്കെ വെച്ചതിന് ശേഷം 2 പീസ് ടൊമാറ്റോ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഒരു പീസ് രമ്പയില വയ്ക്കുക, പിന്നെ ഒരു പീസ് കരിവേപ്പില വയ്ക്കുക, പിന്നെ അതിന് ശേഷം മല്ലിയില വയ്ക്കുക. എന്നിട്ട് ആ കോഴിയുടെ കാല് ഒരെണ്ണം അതിൻ്റെ പുറത്ത് വയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തെ കോഴിയുടെ കാലെടുത്ത് നമുക്ക് വീണ്ടും അരപ്പ് പുരട്ടിയതിന് ശേഷം നല്ല രീതിയിൽ അരപ്പ് പുരട്ടണം. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസിൽ നല്ലതുപോലെ നല്ല വരകൾ കൊടുക്കണം. വരകൾ കൊടുത്താൽ മാത്രമേ മസാല നല്ല സൂപ്പറായിട്ട് പിടിക്കുകയുള്ളൂ. അതിനുശേഷം വീണ്ടും നമുക്ക് ടൊമാറ്റോ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് കോഴിയുടെ കാല് അതിൻ്റെ മുകളിൽ വെച്ച് അരപ്പെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അതിൽ ഈ 2 കോഴിയുടെ കാലിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ടൊമാറ്റോ പീസ് വയ്ക്കാം. ഇത് കുറച്ച് രമ്പയിലയാണ്. രമ്പയില വെച്ചതിന് ശേഷം നമുക്ക് ടൊമാറ്റോ പീസ് വയ്ക്കാം. ടൊമാറ്റോ, പിന്നെ ഒരു കരിവേപ്പില വയ്ക്കാം. പിന്നെ നമുക്ക് ബാക്കി ഇരുന്ന മസാലയെല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോ എല്ലാം പഠിച്ച് വരണതേ ഉള്ളൂ. അപ്പോൾ വോയിസൊക്കെ ഇടുന്നതിന് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ വരും. അതിനുശേഷം നമുക്കതിനെ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ചങ്കുകളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചെയ്യണം, കമൻ്റ് ഇടണം, എല്ലാം ചെയ്യണം. എന്നിട്ട് നമുക്കിതുപോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം നേരെ നമുക്ക് നല്ല വിറകടുപ്പിലോട്ട് കൊണ്ടുവയ്ക്കാം. ഒരു നെറ്റൊക്കെ വെച്ചിട്ട് നെറ്റിൻ്റെ മുകളിൽ വെച്ച് നമുക്കതിനെ ചുട്ട് എടുക്കാം. ഒരു മാക്സിമം ഒരു 30 മിനിറ്റ് വെച്ചാൽ മതിയാവും. തിരിച്ചും മറിച്ചുമായിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് വയ്ക്കണം. അതിനുശേഷം ഒന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് നമുക്കത് അറിയാൻ പറ്റും. അതിൻ്റെ നല്ല കിടിലം മണം വരും ഇതിലൂടെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു 30 മിനിറ്റ് മാക്സിമം വെച്ചാൽ നാടൻ കോഴിക്ക് 30 മിനിറ്റ് വരും. മറ്റേതൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കാല് റെഡിയായി. നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ചിക്കൻ്റെ ഈ എല്ല് മാത്രം സെപ്പറേറ്റ് അയച്ചു, അതെല്ലാം മാറി നിൽപ്പുണ്ട്. അടിപൊളിയായിട്ട് കാല് റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത് കഴിക്കാം.